അല്ല നീ എന്നാ കട്ടിയും പിടിച്ചിങ്ങനെ നിൽക്കുന്നത്? അല്ല കറി എന്നാ വെക്കണ്ടേ ഞാൻ വെച്ചിട്ടാന്ന്. കറി എന്നാ മീൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്, അത് വെച്ചാൽ പോരെ? എന്നാലും അതിനൊരു തൊടുകറി വേണ്ടേ? എൻ്റെ നീ കത്തി കൊണ്ടുവന്ന പരിപാടി ഒരു താളിൻ്റെ കർക്കടല്ലേ, ഒരു ദിവസമെങ്കിലും താളിൻ്റെ രണ്ട് വെക്കണം എന്നാണ് പറയുന്നത്. രണ്ട് ചക്കക്കുരു കൂട്ടിയിട്ട് കൂട്ടുവാ, എന്നിട്ട് നല്ല രസം ഉണ്ടാവും. ആ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അനക്ക് അല്ലെ തന്നെ ഒരു പനി വന്ന പോലെ ആയിട്ട് ഞാൻ കുറേ ദിവസമായി ഇതിൻ്റെ ടേസ്റ്റൊന്നും അനക്ക് വെക്കുന്നില്ല. നിങ്ങൾക്ക് കുരുമുളകും പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും കൂടി സമ്മന്തിയാക്കി വെക്കുന്നത്, മീനും ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സൗകര്യം പോലെ ചെയ്യപ്പോൾ താള് കയറിയ ഉള്ള താള് ആദ്യം ഒരു തണ്ട് കാണുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാ അരിയാന്ന് വെച്ചിട്ടാ ഞാൻ പോയി നോക്കുന്നത്. അവിടെ പോയിട്ട് അരിയാ അതെന്നെ കൊണ്ട് കയ്യില്ലേ? ഞാൻ നോക്കട്ടെ പോയിട്ട്. മുള്ളാന്ന് തേച്ചത് വയലൊരു പാട് താളുണ്ടല്ലോ. വയലിയതൊന്നും എടുക്കറ്, അത് വെള്ളത്തിൽ ഉള്ളതല്ലേ, വെള്ളത്തിലുള്ള താളെടുക്കറ്. ചൊറിയത് ഇത് ഇങ്ങനെ കരക്കുള്ളത് എടുക്കാം, എന്നാ നല്ല ഇതാണ്. മറ്റേ കാട്ടുചേനിയില്ലേ, ആ കാട്ടുചേനി എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണത്. ഇതിപ്പോ ഞാൻ നോക്കട്ടെ. മുള്ളൊന്നും കഴിഞ്ഞേക്കല്ലേപ്പാ? കിട്ടുമെങ്കിൽ എടുക്കണ്ടോ? കിട്ടുമെങ്കിൽ എടുക്കണ്ടോ? കിട്ടിയാ? എന്നാ അതിൻ്റെ കേങ്ങ് എടുത്തോ? ഇങ്ങനത്തെ കറിക്കായല്ല ഇങ്ങനത്തെ, അല്ലെങ്കിൽ ആ കാട്ടുതാള് കിട്ടിക്കുന്ന നല്ലതാണ്. മറ്റേ ചേനേണ്ടത് പണ്ടല്ലോ ഒരു കലം വെക്കും ഇത് ആള്, അന്നെന്നാ കറിയല്ലേ ജാസ്തി, ചോറുണ്ടാവില്ല. പക്ഷെ ഇന്നിപ്പോ ആരെങ്കിലും ഉള്ള ഇന്നും കാണാനില്ല. ഇതെല്ലാം കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി തറച്ച് ഒന്നും കൂട്ടൊന്നുമില്ല, വെറുങ്ങനെ ഉപ്പിട്ടിട്ട് വെക്കും. ലേശം കഞ്ഞിയും വെള്ളവും താളിൻ്റെ വെള്ളവും. ഒരു വീട്ടിൽ 10-15 ആളുണ്ടാവില്ലേ? ഇന്നത്തെ പോലെ ഇന്നിപ്പോ ആരെങ്കിലും അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരെ തച്ച് വായിച്ചില്ലേ? ഏത് പിള്ളേർക്ക് അതിന് നിന്റെ താള് വേണ്ടേ? അതെ, അതന്നെയാണ് അവരെ ഇഷ്ടമാവില്ല. അവർക്ക് അവരുടേതായ ഒരു കുടുംബമുണ്ട്. ഈ നാരിങ്ങനെ തേച്ചും പെരിഞ്ഞു വരുന്നു കേട്ടാ. ഇങ്ങനെയാന്ന് ഈ ചപ്പെല്ലാം കൂടിയിട്ട് ഒരു ദിവസം ചപ്പ് വറക്കും. അത് ഇപ്പം കൊത്തിയതല്ല, ഇതിന്റെ തിരിയാ എടുക്കുക. ചേനേൻ്റെത് അങ്ങനെയുള്ളതല്ല. അതൊരു ദിവസം നമുക്ക് വെക്കാം. സമയമുള്ള ദിവസം നോക്കിയിട്ട് ഒരു 3-5 കുരു. ആ ടേസ്റ്റ് പറഞ്ഞാലിരിക്കും എങ്ങനെയാണ്ടാ. മുള വന്ന കുരുവാണ് കേട്ടാ. ഞാനെല്ലാം മുളപ്പിച്ചിന് നല്ല, എന്നുവെച്ചാൽ മണ്ണിലിട്ടിട്ട് ഇതാക്കാണ്ട് ഞാൻ പ്ലാസ്റ്റിക് കൂടിലിട്ടിട്ടാണ്. ആ കൂടിലിട്ടത് ഇന്ന് വീഡിയോയിൽ കാണും കേട്ടാ. ഇത് കണ്ടാ, ഈ ചക്കക്കുരു ഇത് കൂടി ഓലം വെച്ചാൽ ആ ടേസ്റ്റ്, ഇപ്പൊ ചന്ദ്രാട്ടം പറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ലാന്ന്. അത് കൂട്ടി നോക്കുമ്പോൾ അറിയും. കർക്കിടക മാസം ഒരു ദിവസം എൻ്റെ എത്ര ഇതായവരും കൂട്ടണം എന്നാ പറയുന്നത്. കത്തി തൊട്ടാൽ ചൊറിയും പോകും ഇത്. അതുകൊണ്ട് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതെടുത്തിന്. അങ്ങനെ പറയുന്നേ അറിയില്ല അതിനെപ്പറ്റി. പിന്നെ വെറുതെ നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വേഗം മുറിച്ചിട്ടിട്ട് ഓലം വെക്കട്ടെ. ഈ നാരാ കളയേണ്ടത് ഉണ്ടാ. പണിയുണ്ട് കുറേ, അതാണ് ആരും ഇന്ന് മനക്കേടില്ലപ്പോൾ. പണ്ടുള്ളവരെല്ലാം ഇന്ന് ആരാന്ന് അമ്മയുണ്ടെങ്കിൽ ഇതെല്ലാം മുറിച്ചിട്ട് തരും കേട്ടാ. എല്ലാം വൃത്തിയാക്കി തരുന്നു. അമ്മേനെ കാണാൻ ഓർമ്മയായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ ഓറുണ്ടെങ്കിൽ അനക്കൊരു പണിയില്ല. എന്നുവെച്ചാൽ പക്കട്ട പണിയേ ഉള്ളൂ. ഇതെല്ലാം പറയേണ്ട താമസമേ ഉള്ളൂ. വേഗം എല്ലാം വൃത്തിയാക്കിയിട്ട് എല്ലാം എന്തെങ്കിലും ചക്കക്കുരി ഉണങ്ങിയിട്ടും ആ ചക്കക്കുരി കുഞ്ഞാനും ചൂടാനുണ്ട് ഒരു ഇത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പണ്ട് നമ്മൾ ചൂടുമ്പോൾ കലമ്പും, പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഓർക്കാന്ന് ഇത് കാണാൻ ഓർമ്മയായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പം അവർ പറയുമ്പോൾ പിന്നെ നമ്മൾ കൂട്ടാൻ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് വെട്ടന്. പിന്നെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ചുണങ്ങലല്ല, ചുണങ്ങ് കളിയല്ലപ്പാ, ചൂലി മാത്രം കളി. പക്ഷെ ഓലം വെക്കുമ്പോൾ രസം ഉണ്ടാവില്ല. അങ്ങനെ രസം മതി, ചുണങ്ങല്ലേ അതിൻ്റെ. ചുണങ്ങാന്ന് പക്ഷേ ഉണ്ടല്ലോ, ഓലം വെക്കുമ്പോൾ ആ ചുണങ്ങിനൊരു എന്തോ പോലെയാവും. അതാണ് ഞാൻ ഇതാകുന്നത്. അല്ലെങ്കിൽ ഇത് വെക്കേണ്ട അറിയാം, ചുണങ്ങ് കളയാണെന്ന്. കളയാണ്ട് എടുക്കേണ്ടത്. ചുണങ്ങിന് തന്നെയാണ് വിറ്റാമിൻ തേച്ചുള്ളത്. പക്ഷെ ചുണങ്ങ് കളഞ്ഞാൽ ഓലിന് വെക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ചുണങ്ങ് ഇതാവും.
2 പച്ചമുളക് ഇട്ട് ചക്കക്കുരു ആദ്യം വേകണം കേട്ടോ. എന്നിട്ടേ ഈ സാധനം ഇടാൻ പാടുള്ളൂ. ഇതെല്ലാം കഴുകിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് ചക്കക്കുരു നല്ലോണം ബന്ധായിട്ടാകുമ്പോൾ അതിൻ്റെ അകത്തോട്ട് പറഞ്ഞ് ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇടല്. നിങ്ങളിപ്പോൾ എങ്ങനെ ഇടലെന്ന് പറയാൻ കഴിയില്ല. പക്ഷേങ്കിൽ അതിൻ്റെ കമൻറ്റ് പറയണം കേട്ടോ, എങ്ങനെയാണ് ഇടലെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇടലില്ല. എല്ലാം ബന്ധായിട്ടാകുമ്പോൾ ഇടും. പിന്നെ ഉണ്ടല്ലോ അതാ ഈ നാരയുണ്ടാ പണ്ട് കാലിന് കണ്ണി കീറും നടക്കുമ്പോൾ. ഇപ്പോൾ ഒന്നും കണ്ണി കീറുന്നില്ല. എന്താണെന്ന് പറയാൻ കഴിയില്ല, ആരോഗ്യത്തിൻ്റെ ഇതാന്ന് പറയാൻ കഴിയില്ല. പണ്ടെല്ലാം നടക്കുമ്പോൾ എല്ലാവരും കാലിനും അധികം കണ്ണി കീറുന്നുണ്ട്. അന്നേരം ഈ സാധനമാണ് കിട്ടുക. അപ്പം ഉണങ്ങും വിരലിന് ഇങ്ങനെ ചൊറച്ച് കെട്ടിയിട്ടാകുമ്പോൾ. ഇപ്പം കണ്ണി കീറാൻ ചെരുപ്പ് കൈമൊന്നും ഊരുന്നില്ലല്ലോ. പണ്ട് ചെരുപ്പൊന്നും ഇടുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് കണ്ണി കീറിക്കൊടുക്കുന്നുണ്ടാവുക. എന്നുവെച്ചാൽ ഇന്ന് എല്ലാവരും ചെരുപ്പ് അകത്തുനിന്ന് വരെ ചെരുപ്പാണ്. എന്നാൽ ഞാൻ അകത്തുനിന്ന് ചെരുപ്പ് ഇടില്ല കേട്ടോ. എനിക്കത് ഭയങ്കര എന്തോ ഒരു ഇതാണ്. പുറത്തുനിന്ന് ഇടും, അകത്തുനിന്ന് ഇടില്ല. ഇനി ഇത് അടുപ്പത്ത് ഇതാ കഴുകിയെല്ലാം വെച്ച് 2 പച്ചമുളക് ഇട്ട് പിന്നെ കുറച്ച് ഉപ്പ്. ഇതിന് ഉപ്പിടാം. എന്ന് വെച്ചാൽ അത് ഇടുന്നുണ്ടെങ്കിൽ ഇതിലിടാൻ കഴിയില്ല, വയ്യ ഇടുള്ളൂ. ഇതൊക്കെ അതായത് നല്ലോണം വെള്ളം വെന്തിട്ടാകുമ്പോൾ അതിടാം. ബുദ്ധിമാനാണ് കേട്ടാ. ആരെങ്കിലും വരുമ്പോൾ വേഗം ആത്തോടി വരും. എന്നിട്ട് നമ്മളെ കാലിന് ചൊറഞ്ഞ് കരഞ്ഞിട്ട് വിളിക്കും അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്താ നല്ല ബുദ്ധിമാനാ. മിക്കിയാന്നേ, മിക്കിന്ന് വിളിച്ചാൽ അപ്പോൾ ഓടിയെത്തും. എന്താ നല്ല എങ്ങനെ എടുക്കാം. എന്താ നമ്മളെ തോരൻ കറിയായി കേട്ടാ. ആ കൈ ഒറ്റപ്പടി താളിൻ്റെ തണ്ട് കണ്ട ഒടിയാണ്ട് കുരു നല്ലോണം ഉടഞ്ഞിന്. കൈ അത് ഉടഞ്ഞിട്ടില്ല, നല്ല കഷ്ണം അങ്ങനെ തന്നെ കിട്ടും. കയ്യ ലാസ്റ്റ് ഇട്ടാൽ. പക്ഷെ എല്ലാവരും അങ്ങനെ ഇടുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ അതേ ഇടുന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റിൽ ഇട്ടാൽ മതി. ഇടാതെ അവരുണ്ടെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. പനിയായാലും ഭക്ഷണം പോവാ. എന്നിട്ട് ഭക്ഷണം പോകണ്ടെന്നാ എന്തത് വെച്ചിട്ടില്ലേ? അല്ല, നിങ്ങളെ മീൻകറി വെച്ചിട്ടുണ്ട്, നമ്മളിട്ടിട്ട് വെച്ചേ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്. കുരുമുളകും ഉണക്ക് 2 ഉണക്കും എടുത്ത് ഉണക്കുമുളകും എടുത്ത് 2 കുരുമുളക് 2-3 മണി കുരുമുളക് എടുത്ത് തേങ്ങ ഇട്ട് പനിയുള്ളവർക്കാക്കി വെച്ചിട്ടുണ്ട്. ഓലയും കറി ആക്കി മീൻ മുള്ളിട്ടിട്ട് പറ്റിച്ച് വെക്കും. ഇനി ഇത് വേറെ ആർക്കും വേണ്ട, അവർക്കേ വേണ്ടു. മീൻ്റെ മണം മതി, പൂച്ചൻ്റെ മാതിരിയാണ്. മീൻ്റെ മണം തന്നെ കിട്ടിയാൽ തന്നെ പൂച്ചയും കീച്ചയും ഒന്നും നടക്കൂല. വായിക്കൊരു പൊടി അറിയില്ല, വെറും കഞ്ഞിലുള്ള ഉപ്പിട്ട് തന്നെ അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ. കണക്ക് നടക്കൂല. എല്ലാവരും OPC വ്ളോഗ്സ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ കുഞ്ഞു വീഡിയോ ആയിട്ട്